32 വയസ്സിനിടയ്ക്ക് അയാൾ 3 കെട്ടി. കെട്ടും. ഇനി അയാൾ കെട്ടൂലെന്ന് എന്തത്ര ഉറപ്പ്? എന്തോ എനിക്ക് ഉറപ്പേന്റെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒഴിവായത്. ഒഴിവായിക്കോ. ഞാൻ മുൻകൂട്ടി അവൾക്ക് കാണാനുള്ള ശക്തിയൊക്കെ ഉണ്ട്, ദൈവം കൊടുത്തിട്ടുണ്ട്. അടിച്ചെന്ന് അവളെ അടിച്ചു. പിന്നെ കണ്ണു കിട്ടിയതിനൊക്കെ പെങ്ങള് മൂത്ത പെങ്ങള് വന്ന് അവളെ അടിച്ചു. കണ്ണു കിട്ടിയതിനൊക്കെ അന്നാണ് ഞാൻ അച്ഛനെ അടിച്ചു. എപ്പോഴും കല്യാണം കഴിക്കണം എന്നുള്ളൊരു ചിന്തയാണ് എന്നോട്. ഉള്ള കല്യാണം കഴിച്ച് നോക്കാൻ വയ്യാത്ത പിന്നെ ഞാൻ കല്യാണം കഴിക്കാം. ഞാൻ കൊണ്ട് അള്ളി പറിച്ചപ്പോ സ്റ്റേഷനിൽ വന്നപ്പോ കാണണ്ടായി. ഞാൻ കാണണ്ടേ. പരാതി കൊടുത്തു. സ്റ്റേഷനിൽ വിളിപ്പിച്ചു തന്നെ. ഞാൻ ഡോക്ടർ എനിക്ക് ഡോക്ടർമാർക്ക് എന്തോ എഴുതാൻ വയ്യാത്ത. എന്തായാലും എന്റെ പഠിച്ച കൂടെ ഉള്ളപ്പോ ഞാൻ ഇതുവരെ നേർന്നിട്ടില്ല. പിന്നെ എന്നെ കൊച്ചിനെ തള്ളി കളഞ്ഞു പോവാണെങ്കിൽ ചിലപ്പോ ഞാൻ നേരുവോ ചിലപ്പോ വെടിവെക്കും. എല്ലാരും പറയാം അമ്മയും അച്ഛനും മരിക്കുമ്പോ അച്ഛനെ അമ്മയെ ഞാൻ കണ്ടു എന്ന്. ഇന്ന നാട് വരെ ഞാൻ കണ്ടിട്ടില്ല. മരിച്ചവർ അവരുടെ കാര്യം നോക്കി അങ്ങ് പോയി, വായിലങ്ങ് പോയി. കേട്ടു. അത് നീ ആരോടാ സംസാരിച്ചെന്നാ പറഞ്ഞ എന്നോട്? കൂട്ടുകാരുടെ ഭർത്താവിനോട് കൂട്ടുകാരുടെ ഭർത്താവിനോട് ഭർത്താവ് തന്നെ നിന്നോട് ചോദിക്കുന്നത് നീ കടലയാണോ കഴിച്ചത്, സാമ്പാറാണോ കഴിച്ചത്? കള്ളം പറയേണ്ട സമയത്ത് കള്ളം പറയാം, അല്ലാത്തപ്പോ ഞാൻ കള്ളം പറയാം. ജീവിച്ച് അതാണ് വാശി. അല്ലാണ്ട് അവിടെ ഇവിടെയും പോയിട്ട് ഇന്റെ കുറ്റം പറഞ്ഞിട്ട് ഇതേമത്തെ സംഗതിക്ക് വിളിച്ചു വരുത്തല്ലേ വേണ്ടി.